Hi dears, welcome back. This is our fourth part of our class, and we are dealing with the poetic, the second section of the first module, language and its literary nuances. We already discussed some poetic techniques, figures of speech that are comparison, metaphor, simile, and imagery. And I hope you got all these techniques and where these are used, how these techniques enrich the meaning of a sentence. Yes, we are in page number 38. And once again, I request you to keep our textbook with you while you watch our classes. And here we have a question. A poem by Siegfried Sassoon, a British poet and soldier. And we are asked to pick out similes, metaphors, or symbols from the poem. Everyone sang. Everyone suddenly burst out singing, and I was filled with such a delight, as prisoned bird must find in freedom, winging widely across the white orchards and dark green fields, on and out of sight. Everyone's voice was suddenly lifted. Beauty came like the setting sun. My heart was shaken with tears, and horror drifted away. Oh, but everyone was a bird, and the song was wordless. The singing will never be done. Yes, this poem was written after the First World War. The poet is a soldier also, and he expresses joy after the war is over. Everyone is celebrating the end of the war. Everyone singing and dancing. And here the poet compares his joy with joy of bird who have been suddenly set free from cage. And according to poet, the war is just like a prison. സോ ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ അതിലെ സോൾജേഴ്സ് എല്ലാം ഹാപ്പിയാണ്. യുദ്ധം കഴിഞ്ഞതിന്റെ സെലിബ്രേഷന്റെ ഭാഗമായി, സന്തോഷത്തിന്റെ ഭാഗമായി ദേ ആർ സിംഗിങ് ആൻഡ് ഡാൻസിങ്. ഒരു ബേർഡിന്റെ ഹാപ്പിനെസ്സുമായിട്ടാണ്, ജോയുമായിട്ടാണ് ഈ സോൾജേഴ്സിന്റെ, പോയറ്റിന്റെ ഹാപ്പിനെസ് കമ്പയർ ചെയ്യപ്പെടുന്നത്. ഒരു കേജിൽ നിന്ന് പെട്ടെന്ന് സ്വതന്ത്രയാക്കപ്പെട്ട ഒരു ബേർഡ് അനുഭവിക്കുന്ന സന്തോഷം, അങ്ങനെയുള്ളൊരു സന്തോഷമാണ് ഇവിടെ സോൾജേഴ്സ് അനുഭവിക്കുന്നതെന്നാണ് പോയറ്റ് പറയുന്നത്. ദാറ്റ് ഇസ് വൈ വെൻ ദ വാർ എൻഡ് it gives freedom and delight to every soldiers. So everyone like a bird freed from cage. ഒരു കൂട്ടിൽ നിന്ന് സ്വതന്ത്രയാക്കപ്പെട്ട പക്ഷിയെ പോലെയാണ് എല്ലാ സോൾജിയേഴ്സും ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ അനുഭവിക്കുന്നത് എന്നർത്ഥം. ഈ പോയത്തിലെ സിമിലി ഏതൊക്കെയാണ് വരുന്നത്? സിമിലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആസ് ലൈക്ക് ഉപയോഗിച്ച് കമ്പയർ ചെയ്യപ്പെടുമ്പോൾ അതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സിമിലി വന്ന ലൈൻസ് ഏതാണ്? Yes, I was filled with such a delight as prisoned bird must find in freedom. കൂട്ടിലടക്കപ്പെട്ട പക്ഷി അനുഭവിച്ചിരുന്ന ആ ഒരു പ്രയാസത്തിൽ നിന്ന് സ്വതന്ത്രയാക്കപ്പെട്ടപ്പോൾ, കൂട് തുറന്നു വിട്ടപ്പോൾ അനുഭവിച്ചിരുന്ന ഒരു സന്തോഷം, ആ ഒരു സന്തോഷമാണ് ഇവർ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇസ് ആസ് പ്രിസൻഡ് എന്ന് പറഞ്ഞു, ആസോടെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഒരു സെന്റൻസ് സിമിലി ആയിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് ഒരു സെന്റൻസ്, ബ്യൂട്ടി കെയിം ലൈക്ക് ദ സെറ്റിംഗ് സൺ. ലൈക്ക് ഉപയോഗിച്ച് പറഞ്ഞു അല്ലെ, ഒരു സെറ്റിംഗ് സണ്ണിനെ പോലെ ബ്യൂട്ടി വന്നു. യെസ്, ഇവിടെ മെറ്റാഫേഴ്സ് എന്ന് പറയുമ്പോൾ ആസ് ലൈക്ക് ഉപയോഗിക്കാതെ പറയുന്നതാണ്, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. എവരിവൺ വാസ് എ ബേർഡ്, ലൈക്ക് ആസ് ഇല്ലാതെ പറഞ്ഞു. എല്ലാ സോൾജേഴ്സും ബേർഡ് ആണ് എന്ന് പറഞ്ഞു അല്ലെ, ലൈക്ക് ആസ് ഇല്ലാതെ പറഞ്ഞുകൊണ്ട് മെറ്റാഫർ ആണ്. ദെൻ ഇവിടെ വരുന്ന സിമ്പിൾസ്, മൈ ഹാർട്ട് വാസ് ഷേക്കൺ വിത്ത് ടിയേഴ്സ്. ഹൃദയത്തിൽ ടിയേഴ്സ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതിന് മറ്റൊരു അർത്ഥമാണ് എന്ന് എല്ലാവർക്കും അറിയാം. വിങ്ങിങ് വൈഡ്ലി അക്രോസ് ദ വൈറ്റ് ഓർക്കാഡ്സ് ആൻഡ് ഡാർക്ക് ഗ്രീൻ ഫീൽഡ്സ്. ഫലങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങളും അതുപോലെ ഗ്രീൻ ഫീൽഡ്സുകളൊക്കെ ഒരു സമൃദ്ധിയുടെ അടയാളമായിട്ടൊക്കെയാണ് എല്ലാവരും വായിച്ചു പോരുന്നത്. അപ്പോൾ ഇത്തരം എല്ലാവർക്കും അറിയുന്ന കൊണോട്ടേറ്റീവ് മീനിങ്ങുള്ള സെന്റൻസുകളാണ് സിമ്പിൾസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ സിമ്പിൾസ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ഫിഗർ സ്പീച്ചിലേക്കാണ്, പോയറ്റിക് ടെക്നിക്കിലേക്കാണ് നെക്സ്റ്റ് സെന്റൻസോടെ വിരൽ ചൂണ്ടുന്നത്. ദ പോയം ദ ഓക്ക്, ഡസ് ടെനിസൺ സ്പീക്ക് ഓഫ് ദ ഓക്ക് ആസ് എ പേഴ്സൺ, എ ഹ്യൂമൻ ബീയിങ്? വാട്ട് വേർഡ് ഇല്ലുസ്ട്രേറ്റ് ദിസ് ഫാക്ട്? കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചിട്ടുണ്ട് പോയം. ആ പോയത്തിൽ ഓക്ക് ട്രീ ഒരു പേഴ്സൺ ആയിട്ട്, ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. ഒരു ഹ്യൂമൻ ബീയിന്റെ ഫീലിങ്സുകളെല്ലാം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഒരു ട്രീയിലേക്ക് നൽകിക്കൊണ്ട് ആ ട്രീയെ ഒരു മനുഷ്യനായിട്ട് സങ്കല്പിച്ചിട്ടാണ് ആ പോയം മുന്നോട്ട് പോകുന്നത്. ഇവിടെ പേജ് നമ്പർ 36.
അതിലെ ലൈൻസിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഹിസ്, അതുപോലെ ഹി, അതുപോലെ ഹ്യൂമൻ ബീങ്സിന്റെ ചില ഫീലിങ്സുകൾ. ഇങ്ങനെ ഒരു ഹ്യൂമൻ ബീങ്ങിനെ സൂചിപ്പിക്കുന്ന പദങ്ങൾ, ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ ഫീലിങ്സുകൾ, അവന്റെ ഇമോഷൻസ് ഒക്കെയാണ് ഒരു മരത്തിന് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ when we attribute human qualities to something non-human or consider a non-human entity as a human, it is known as personification. ഹ്യൂമന്റെ എമോഷൻസിനെ ഹ്യൂമൻ അല്ലാത്ത, മനുഷ്യനല്ലാത്ത വസ്തുക്കളിലേക്ക് നൽകുന്നതിനെയാണ്, ആട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നേരത്തെ ദ ഓക്ക് എന്ന പോയത്തിൽ കണ്ടതുപോലെ, ഒരു ഓക്ക് ട്രീയെ മനുഷ്യനായി സങ്കല്പിച്ചതുപോലെ, മനുഷ്യനല്ലാത്ത വസ്തുക്കളെ മനുഷ്യനായിട്ട് കാണുക, മനുഷ്യന്റെ വികാരങ്ങളും ചിന്തകളൊക്കെ ഉള്ള വസ്തുവായിട്ട് അവതരിപ്പിക്കുക. ഇതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ചില ചിത്രങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ടാകും. ഇപ്പം മൊബൈല്, അല്ലെങ്കിൽ ഡ്രസ്സുകൾ, അല്ലെങ്കിൽ പെൻ, ബുക്ക് തുടങ്ങിയ വസ്തുക്കളൊക്കെ കൈകാലുകളൊക്കെ വെച്ച് കരയുന്നതും ചിരിക്കുന്നതും അത്തരം ഒരുപാട് ഇമേജസുകളൊക്കെ അല്ലെങ്കിൽ ചില വീഡിയോസുകളൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ മനുഷ്യനല്ലാത്ത വസ്തുക്കളിൽ മനുഷ്യന്റെ ചിന്തകൾ, മനുഷ്യന്റെ വികാരങ്ങൾ, അവനനുഭവിക്കുന്ന ഫീലിങ്സുകൾ, കരയുക, പറയുക, ഓടുക, ചിരിക്കുക, പാടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട്, പറയുന്നതായിട്ട് അവതരിപ്പിക്കുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു പേഴ്സന്റെ ക്വാളിറ്റിയെ ഇനാനിമേറ്റ് ഒബ്ജക്റ്റിലേക്ക് നൽകുന്ന കമ്പാരിസനാണ് പേഴ്സോണിഫിക്കേഷൻ ബൈ ആട്രിബ്യൂട്ടിംഗ് ഹ്യൂമൻ ക്വാളിറ്റീസ് ആൻഡ് എമോഷൻസ് ടു ആൻ ഇനാനിമേറ്റ് ഒബ്ജക്റ്റ്. ഇവിടെ ടെക്സ്റ്റിൽ പറയുന്നത് പോലെ ദിസ് ടെക്നിക് ഓഫ് ആട്രിബ്യൂട്ടിംഗ് ഹ്യൂമൻ ക്വാളിറ്റീസ്, അതായത് നാം ഓക്ക് ട്രീയിൽ കണ്ടതുപോലെയുള്ള പോയറ്റിക് ടെക്നിക്സ്, ഹ്യൂമൻ ബീങ്ങിനെ പറ്റി പറയുന്ന, അവന്റെ ഇമോഷൻസിനെ സൂചിപ്പിക്കുന്ന ചില വാക്കുകൾ ട്രീക്ക് നൽകിയതുപോലെയുള്ള ടെക്നിക്സുകൾ ടു നൺ ഹ്യൂമൻ ഈസ് സിംപ്ലി റിഫർഡ് ടു ആസ് പേഴ്സോണിഫിക്കേഷൻ. ദെൻ എന്തിനു വേണ്ടിയാണ് പോയറ്റ്സുകൾ ഇങ്ങനെ നൽകുന്നത്? എന്ത് അഡീഷണൽ മീനിങ് ആണ് നമുക്കിതിൽ ലഭിക്കുന്നത്? ബട്ട് വൈ ഡസ് ദ പോയറ്റ് ഡു ദിസ്? ഫോർ വേരിയസ് റീസൺസ്. One is making the unknown familiar and clear, as familiar and known as a person or a friend. നേരത്തെ നാം കമ്പാരിസണിൽ പറഞ്ഞതുപോലെ തന്നെ ഫെമിലിയർ അല്ലാത്ത, നമുക്ക് പരിചയമില്ലാത്ത ഒരു കാര്യങ്ങളെ നമുക്ക് ഏറ്റവും സുപരിചിതമായ മനുഷ്യന്റെ ചിന്തകളും വികാരങ്ങളുമായിട്ട്, അവന്റെ ഫീലിങ്സുമായി കണക്ട് ചെയ്യുമ്പോൾ ആ കൺസെപ്റ്റിനെ കൂടുതൽ നമുക്ക് ബോധ്യപ്പെടുന്നു, മനസ്സിലാവുന്നു. നേരത്തെ നാം ഓക്ക് ട്രീയിൽ കണ്ടതുപോലെ ആ മരത്തിന്റെ വിവിധ ഘട്ടങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ, അത് കടന്നു പോകുന്ന സ്റ്റേജുകളെ ഒക്കെ മനുഷ്യന്റെ സ്റ്റേജുമായി കണക്ട് ചെയ്ത് പറഞ്ഞു പോകുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യന്റെ വികാരങ്ങളുമായി കണക്ട് ചെയ്ത് പറഞ്ഞു പോകുമ്പോൾ അതിന് കൂടുതൽ വ്യക്തതയും നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുകയും ചെയ്യുന്നു. ഇതുപോലെ മൂണിനെ, സണ്ണിനെ, നക്ഷത്രങ്ങളെ, അതുപോലെ മരങ്ങളെ, പൂക്കളെ, അതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാത്ത കാര്യങ്ങളെ ഒക്കെ മനുഷ്യന്റെ വികാരങ്ങളുമായി, ഫീലിങ്സുമായി, ഇമോഷൻസുമായി കണക്ട് ചെയ്ത് പറയുമ്പോൾ നമുക്കതിനോട് കൂടുതൽ ടച്ചും കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും വളരെ പെട്ടെന്ന് ഉൾക്കൊള്ളാനും സാധിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മൊബൈൽ നിരന്തരമായ റെസ്റ്റ് ഇല്ലാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപയോഗത്തിന്റെ ആധിക്യം കാരണം അത് നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൊബൈലിന് കൈകാലുകളൊക്കെ വെച്ച് മറ്റാരുടെങ്കിലൊക്കെ അതിലെ നിരന്തരമായ ഉപയോഗത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ എന്ന് പറയുകയാണെങ്കിൽ അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളുകയും മനസ്സിലാകുകയും ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് ഫെമിലിയർ അല്ലാത്ത കാര്യങ്ങളെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പേഴ്സോണിഫിക്കേഷൻ ഇങ്ങനെയുള്ള പോയറ്റിക് ടെക്നിക്സിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് ഹിയർ വി ഹാവ് another poem by Emily Dickinson, Because I Could Not Stop for Death. Here death and immortality are personified as human being. മരണവും മരണത്തിന് ശേഷമുള്ള ജീവിതമൊക്കെ ഒരു ഫ്രണ്ടിനെ പോലെ, ഒരു ഫെമിലിയറായ ആളെപ്പോലെ, നമ്മളോട് ഏറ്റവും ക്ലോസ് ആയി നിൽക്കുന്ന ആളെപ്പോലെ നമ്മോട് സംസാരിക്കുന്നു. ഹിയർ ദ ഹ്യൂമൻ ക്വാളിറ്റി ഈസ് ആട്രിബ്യൂട്ടഡ് ടു ഡെത്ത്. ഇവിടെ ഈ പോയത്തിൽ മരണവും മരണത്തിന് ശേഷമുള്ള അനശ്വരതയിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ടോട്ടലി നാം നേരത്തെ പറഞ്ഞ പേഴ്സോണിഫിക്കേഷൻ ദാറ്റ് എൻറിച്ച് ദ മീനിങ് ഓഫ് ദി പോയം, ആ പോയത്തിന്റെ അർത്ഥത്തെ ഒന്നുകൂടി ഏറ്റവും മനോഹരമാക്കുന്നുണ്ട്, സമ്പന്നമാക്കുന്നുണ്ട് നമുക്ക് പറയാം. Because I could not stop for death, he kindly stopped for me. The carriage held but just ourselves and immortality. We slowly drove. He knew no haste, and I had put away my labor and my leisure too, for his civility. We passed the school
where children strove at races. We pass the field of gazing grain, we pass the setting sun. Or rather, he passed us, the dew's dew carrying and chill, for only gossamer my gone. My tippet all little, we passed before a house that seemed a swelling of ground. The roof was scarcely visible, the cornice in the ground. Since then, 'tis centuries, and yet feels shorter than the day. I first surmised the house's heads were towards eternity. Yes, it is Emily Dickinson's most celebrated poem. Here in this poem, she describes her journey with death from life to after death. ഈ ഒരു ഭൂമിയിൽ നിന്ന്, ഈ ഒരു ജീവിതത്തിൽ നിന്ന് മരണത്തിനു ശേഷമുള്ള ലോകത്തേക്ക്, അനശ്വരതയുടെ ലോകത്തേക്ക്, ഒരിക്കലും മരിക്കാത്ത ലോകത്തേക്കുള്ള അവരുടെ യാത്രയാണ്, മരണത്തോടൊപ്പമുള്ള യാത്രയാണ് ഇവിടെ പരാമർശിക്കുന്നത്. In first stanza, the poet says that she is too busy to wait death, but death takes time to wait her, to stop for her. I could not stop for death. മരണത്തിന് വേണ്ടി എനിക്ക് നിൽക്കാൻ, വെയിറ്റ് ചെയ്യാൻ, കാത്തു നിൽക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കി പോകേണ്ടതുണ്ട്. ഹി, ഇവിടെ ഡെത്തിനെയാണ് ഹി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ലവറെ പോലെയാണ് ഡെത്തിനെ ഇവിടെ കാണുന്നത്. ഹി കൈൻഡ്ലി സ്റ്റോപ്ഡ് ഫോർ മീ. എനിക്ക് വേണ്ടി ഡെത്ത് വെയിറ്റ് ചെയ്തു, കാത്തു നിന്നു എന്നാണ്. അങ്ങനെ ഈ മരണത്തിന് ശേഷമുള്ള അനശ്വരതയിലേക്കുള്ള യാത്ര ഒരു കാരേജിലാണ്. കൂടെ ഇമ്മോർട്ടാലിറ്റി, അനശ്വരത, അതിനെയും ഒരു പേഴ്സോണിഫിക്കേഷൻ നൽകി, ഒരു ഹ്യൂമൻ ക്വാളിറ്റി നൽകി, ഒരു മനുഷ്യനെ പോലെ, ഒരു വ്യക്തിയെ പോലെ സങ്കല്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ഇമ്മോർട്ടാലിറ്റിയും കൂടിയുണ്ട്. ഇവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദേ ക്യാൻ എൻജോയ് ദിസ് കാരേജ് റൈഡ്. വി സ്ലോലി ഡ്രോവ്, ഹി ന്യൂ നോ ഹേസ്റ്റ്. ദെൻ അവൾ ബിസിയായിരുന്ന വസ്തുക്കളെയൊക്കെ, കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവരുടെ യാത്ര. അതാണ് ഐ ഹാഡ് പുട്ട് അവേ മൈ ലേബർ ആൻഡ് മൈ ലെഷർ ടു ഫോർ ഹിസ് സിവിലിറ്റി. ദെൻ തേർഡ് സ്റ്റാൻസിൽ പറയുന്നത്, അവർ പാസ് ചെയ്തു പോകുമ്പോൾ കാണുന്ന ചില കാഴ്ചകൾ അത് വീണ്ടും റിമൈൻഡ് ചെയ്യപ്പെടുകയാണ്. ചിൽഡ്രൻ പ്ലേയിങ് ഫീൽഡ്സ് ഓഫ് ഗ്രെയിൻ. ദെൻ നെക്സ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത്, ഷീ റിയലൈസ്, ദ പോയറ്റ് റിയലൈസ് ഹർ ന്യൂ പ്ലേസ്. ദെൻ ഡെത്ത് വളരെയധികം ഫിസിക്കലായി മാറുന്നു. അതാണ് ഇവിടെ ക്യൂറിങ്, ചിൽ തുടങ്ങിയ ഹ്യൂമൻ ക്വാളിറ്റീസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ദെൻ ഹർ ഡ്രസ് ഇസ് ഗോസമർ, ഒരു ചെന്ത് വലയാണ് ആ ഒരു സമയത്ത് ഉണ്ടായത് എന്നൊക്കെയാണ് പറയുന്നത്. ദെൻ കാരേജ് ഒരു ന്യൂ ഹൗസിന്റെ മുമ്പിൽ നിൽക്കുകയാണ്, പുതിയ വാസസ്ഥലം. ആൻഡ് ദിസ് ന്യൂ ഹൗസ്, ഇറ്റ് ഇസ് നോട്ട് എ കോട്ടേജ് ബട്ട് ഇറ്റ് ഇസ് എ ഗ്രേവ്. ശവക്കല്ലറയാണ് അവരുടെ പുതിയൊരു വീടായിട്ട്, താമസ സ്ഥലമായിട്ട്. അതിനു മുമ്പിലാണ് അവർ എത്തിപ്പെടുന്നത്. ആൻഡ് ഷീ നോ ദാറ്റ് it is really only a resting place as she travels to eternity. ഒരു താൽക്കാലിക വാസസ്ഥലമാണ്. പിന്നീട് ഇതിന് ശേഷമുള്ള മരണാനന്തരമുള്ള എറ്റേണിറ്റി, ഒരിക്കലും മരിക്കാത്ത ലോകത്തേക്ക് അവർ യാത്ര ചെയ്യാനുണ്ട്, അവർ ജീവിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് സ്റ്റാൻസിൽ ഈ ഒരു ഇമ്മോർട്ടാലിറ്റി, അനശ്വരത, മതസങ്കല്പങ്ങളിലൊക്കെയുള്ള മരണത്തിന് ശേഷമുള്ള ഒരിക്കലും മരിക്കാത്ത ലോകത്തെക്കുറിച്ചുള്ള ചില സങ്കല്പങ്ങളാണ് ഈ ഒരു ലാസ്റ്റ് ഭാഗത്ത് പറയുന്നത്. That she says that since then it's centuries and it feels shorter than a day. Although it has been centuries since she died. അവളിപ്പം മരണപ്പെട്ട് കഴിഞ്ഞിട്ട് സ്വർഗലോകത്ത് എത്തിയിട്ട് ഈ അനശ്വരതയുടെ ലോകത്തേക്ക് എത്തിയിട്ട് സെഞ്ചുറീസുകൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവൾ പറയുന്നത്. Yet she feels shorter than a day. ഒരു ദിവസത്തേക്കാൾ കുറഞ്ഞ ഒരു സമയം മാത്രമാണ് ഇപ്പോൾ അവർക്ക് അനുഭവിക്കുക. അത്ര കുറഞ്ഞ സമയമായിട്ടുള്ളൂ എന്നാണ് അവൾ ചിന്തിക്കുന്നത്. ആൻഡ് ഈവൻ ഇറ്റ് ഈസ് എ വെരി ഡേ ഓഫ് ഹെർ ഡെത്ത്. ആൻഡ് ഹോസസ് ഹെഡ്സ് കാണുമ്പോൾ ദാറ്റ് വർ പുള്ളിങ് ഹെർ ടുവാർഡ്സ് ദിസ് എറ്റേണിറ്റി. ടോട്ടലി ഒരു പോയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഡെത്ത് ആൻഡ് ഇമ്മോർട്ടാലിറ്റി ഈസ് പേഴ്സോണിഫൈഡ് ആസ് ഹ്യൂമൻ ബീയിങ്. ഹ്യൂമൻ ക്വാളിറ്റീസ് ആർ ആട്രിബ്യൂട്ടഡ് ടു ഡെത്ത് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. then ഇവിടെ ക്ലാസ് റൂം ആക്ടിവിറ്റിയുടെ ഭാഗമായി നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ഡസ് ദ പോയറ്റ് പ്രസന്റ് ഡെത്ത് ഇൻ ഹിസ് ലൈൻസ്? എങ്ങനെയാണ് ഡെത്തിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്? യെസ്, ഹിയർ ഡെത്ത് ഈസ് പേഴ്സോണിഫൈഡ് ആസ് ഹ്യൂമൻ ബീയിങ്, ആസ് എ ജെന്റിൽമാൻ, ആസ് എ ലവർ. അല്ലെ, ഒരു കാമുകനെ പോലെയാണ് അവൾക്ക് ഫീൽ ചെയ്തത്. അവനോടൊപ്പമുള്ള യാത്ര, ആ ഒരു കാരേജിലുള്ള യാത്ര അവൾക്ക് വല്ലാത്ത സന്തോഷം നൽകുന്നുണ്ട്. അവന്റെ സാന്നിധ്യം, മരണത്തിന്റെ സാന്നിധ്യം അവൾക്ക് വല്ലാത്ത ആശ്വാസം നൽകുന്നുണ്ട്. Then his kindness, ഡെത്തിന്റെ കൈൻഡ്നെസ്, he kindly stopped for me. ആ സെക്കൻഡ് ലൈനിൽ പറയുന്ന, എന്നെ കൊണ്ടുപോകാനും അവന് വല്ലാതെ താല്പര്യം കാണിക്കുകയും അതിനുവേണ്ടി അവന്റെ കാരേജ്
എനിക്ക് വേണ്ടി നിർത്തിത്തരികയും അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഹോഴ്സ് ഡ്രോൺ കാരേജിൽ യാത്ര ചെയ്തു. ആൻഡ് ഷി ഹാഡ് ഗിവൺ അപ്പ് ദോസ് തിങ്സ് ദാറ്റ് ഹാഡ് മേഡ് ഹെർ ബിസി. അവൾ ഈ ലോകത്ത് ബിസിയാക്കിയിരിക്കുന്ന വസ്തുക്കളെയും കാര്യങ്ങളെയും ലെഷർ ടൈമിനെയും ലേബറിനെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു മരണത്തോടു കൂടെ ഡെത്തിനോട് കൂടെ ഈ ഒരു കാരേജ് പോലുള്ള അവരുടെ ഒരു റൈഡിങ്. ഓക്കെ, നൗ ലെറ്റ് us വൈൻഡ് അപ്പ് ഹിയർ. നെക്സ്റ്റ് നമുക്കൊരു പോയറ്റിക് ടെക്നിക്ക് ആണ് പറയാനുള്ളത്, ഹൈപ്പർബോൾ. അപ്പോൾ ഇതെന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾസൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പോൾ ടെക്സ്റ്റ് ഇതുവരെയുള്ള ഭാഗങ്ങളൊന്ന് വായിക്കുക. ഓക്കെ, താങ്ക് യു.